ഹൂഷു തിരികെ പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവൾ ഇതുവരെ ഈ വിഷയം സാഹുവോട് പറഞ്ഞിട്ടില്ല. എങ്ങനെ ഇതിനെപ്പറ്റി സാഹുവോട് പറയും എന്നുള്ള കാര്യത്തിൽ അവൾ ആകെ കൺഫ്യൂഷനിലാണ്. ഈ സമയത്താണ് സാവു അങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ സൗണ്ട് കേട്ടത്. സാവു കാണാതിരിക്കാൻ വേണ്ടി അവൾ വേഗം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരുന്നത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ എന്നിട്ടും റൂമിലെ സിറ്റുവേഷൻ കണ്ടപ്പോൾ സാവുയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൂഷു അവളോട് കാര്യം പറയുന്നു. പക്ഷേ പ്രോജക്റ്റിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ബോസിനൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കേണ്ട ആവശ്യമുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് തിരികെ പോകുന്നതെന്നാണ് അവൾ പറഞ്ഞത്. അല്ലാതെ ജിങ്ഷൻ അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയ കാര്യമൊന്നും ഹൂഷു ഇപ്പോഴും സാവുവോട് പറയുന്നില്ല. സാവുയും അവൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന പ്രശ്നങ്ങളെപ്പറ്റി ഇതുവരെ ഹൂഷുവിനോടും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും അവൾ അതിനെപ്പറ്റി പറയാൻ തയ്യാറാവുന്നില്ല. പകരം ഹൂഷുവിന് അവിടെ തനിച്ച് താമസിച്ച് ബോറടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തിരികെ പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞ് അവളെ പാക്ക് ചെയ്യാനായി സഹായിക്കുന്നു. സാവോ ടാക്സി വിളിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ശിവന്റെ വണ്ടി തന്നു വിട്ടതിനാൽ അതിൻ്റെ ആവശ്യമില്ലെന്ന് ഹൂഷു അറിയിക്കുന്നു. ഇപ്പോഴും സാവോയ്ക്ക് അവളോട് തന്റെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഹൂഷു ഇങ്ങനൊരു സിറ്റുവേഷനിലായതുകൊണ്ട് അവളൊന്നും പറയുന്നില്ല. ഷിയു പുറത്തെവിടെയോ പോയിട്ട് തിരികെ വരുമ്പോഴാണ് തൻ്റെ വണ്ടി താഴെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണുന്നത്. അതിൻ്റെ സൈഡിലൊക്കെ ചെളി പറ്റിയിരിക്കുന്നത് അവൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഹൂഷു സാധനങ്ങളെല്ലാം തിരികെ കൊണ്ടുവന്ന് റൂമിലേക്ക് വെച്ചിട്ട് സ്വസ്ഥമായിട്ട് ബെഡിലേക്കൊന്ന് കിടന്നതാണ്. അപ്പോഴാണ് ഷിയു അവിടെ വന്ന് അവളെ വിളിച്ചത്. നീ എൻ്റെ വണ്ടി സ്ട്രീറ്റിൽ പാർക്ക് ചെയ്തിരിക്കുകയാണോ എന്ന് അവൻ ചോദിക്കുന്നു. ഞാൻ സാധനങ്ങളൊക്കെ പെറുക്കി കൊണ്ടുവന്ന് വെച്ചതേ ഉള്ളൂ, ഇപ്പോൾ കൊണ്ടുപോയി പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അവൾ പോകാൻ തുടങ്ങിയപ്പോൾ അവനും കൂടെ ചെല്ലാൻ തുടങ്ങുന്നു. ഇത് തൊട്ടടുത്തല്ലേ, എനിക്ക് തനിച്ച് പോയിട്ട് വരാവുന്നേ ഉള്ളൂ എന്ന് അവൾ പറഞ്ഞപ്പോൾ എന്നാലും കുറച്ച് ദൂരമുണ്ടല്ലോ, ഞാനും കൂടി വരാമെന്ന് അവൻ പറയുന്നു. ശരിക്കും പറഞ്ഞാൽ അവൻ വണ്ടി കഴുകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവളെ കൂട്ടിക്കൊണ്ടുപോയത്. നേരം വൈകിയ സമയത്ത് ഇങ്ങനെ ഇത് വാഷ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, നാളെ ചെയ്താൽ പോരെ എന്ന് അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും അവനത് സമ്മതിക്കുന്നില്ല. ഹൂഷു പക്ഷേ പാക്കിങ്ങും മറ്റുമായി ആകെ ടയേർഡായിരുന്നതിനാൽ എനിക്കിപ്പോൾ ഇത് ചെയ്യാൻ വയ്യെന്ന് പറഞ്ഞ് മടി പിടിച്ച് നിൽക്കുകയാണ്. എന്ത് ചെയ്യാനാണ്, വേറെ വഴിയില്ലല്ലോ, എൻ്റെ വണ്ടിയായി പോയില്ലേ, അതുകൊണ്ട് ഞാൻ തന്നെ കഴുകാമെന്ന് പറഞ്ഞ് അവൻ തന്നെ വണ്ടി കഴുകാനായി തയ്യാറെടുക്കുന്നു. അവൾക്ക് കുറ്റബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം എൻ്റെ കൈ വേദനിക്കുന്നു എന്നൊക്കെ അവൻ അഭിനയിക്കുന്നുണ്ട്. ഹൂഷു ഒന്ന് മൈൻഡ് ചെയ്യാതെ തിരികെ പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവൻ്റെ അഭിനയം കൂടിക്കൂടി വരുന്നതിനാൽ അവൾക്ക് തിരികെ വരേണ്ടി വരുന്നു. അങ്ങനെ അവസാനം അവൾ തന്നെ വണ്ടി കഴുകേണ്ടിയും വരുന്നുണ്ട്. ഷിയു ഒരു പേപ്പർ എടുത്തുകൊണ്ട് വന്ന് അവിടെ എവിടത്തിരുന്ന് അത് വായിക്കാൻ തുടങ്ങുന്നു. ഹൂഷുവിനാണെങ്കിൽ ഇത് കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അവൾ കുറച്ച് വെള്ളം അവൻ്റെ ദേഹത്തേക്ക് തെറിപ്പിക്കുന്നു. എൻ്റെ കയ്യിൽ പുതിയതായിട്ട് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റിൻ്റെ ബ്ലൂ പ്രിൻ്റാണ് ഇത്, നീ ഇപ്പം നനച്ചേനെ, ഇതൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ വരെ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അവൻ അത് അവളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നു. ശരിക്കും അതിൽ വെള്ളം വീണെന്ന് കരുതി ഹൂഷു പേടിച്ച് അതെടുത്ത് നോക്കുന്നുണ്ട്. അപ്പോഴാണ് അത് വെറും ഒരു നോട്ടീസാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അവനവളെ പറ്റിച്ചതായിരുന്നു. അടുത്ത ദിവസം ഓഫീസിൽ ഇരിക്കുന്ന സമയത്തൊക്കെ തലേന്ന് നന്നായിട്ട് ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ ക്ഷീണം ഹൂഷുവിന് നന്നായിട്ടുണ്ടായിരുന്നു. സുന്നത് ശ്രദ്ധിക്കുന്നതിനാൽ അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. താമസ സ്ഥലം ചേഞ്ച് ചെയ്തതിൻ്റെ ക്ഷീണമാണ് എന്നാണ് അവൾ പറഞ്ഞത്. ഈ സമയത്താണ് സാവുയുടെ കഫേയിലെ ഒരു സ്റ്റാഫ് ഇപ്പോൾ അവളെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചത്. അങ്ങനെ അവൾ താമസം മാറിയ വിവരം അറിയിക്കുന്നു. ആ വീഡിയോ കാരണമാണോ മാറിയെന്ന് ആ സ്റ്റാഫ് ചോദിക്കുന്നുണ്ട്. ഹൂഷു ഇതുവരെ ആ വീഡിയോ പറ്റി അറിഞ്ഞിരുന്നില്ല. എന്ത് വീഡിയോ ആണ് എന്ന് അവൾ ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി ആ വീഡിയോ അവൾക്ക് അയച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് ഹൂഷു ഇതിനെപ്പറ്റി അറിയുന്നത്. അതോടെ സാവു ആകെ സമ്മർദ്ദത്തിലായിരിക്കുമെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അപ്പോൾ തന്നെ അവൾ അങ്ങോട്ടേക്ക് പുറപ്പെടാനായി തയ്യാറെടുക്കുന്നുണ്ട്. സ്റ്റീവിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് നേരത്തെ പോയിക്കോട്ടെ എന്ന് അവൾ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ അതിന് സമ്മതിക്കുന്നു. തന്നെ വണ്ടി എടുത്തോളാനും അവളോട് പറയുന്നുണ്ട്. സാവോ ഈ സമയത്തും മറ്റൊരു പ്രശ്നം ഫേസ് ചെയ്യുകയായിരുന്നു. അവളുടെ ഷോപ്പിൻ്റെ റെൻറ്റ് കൂട്ടാതിരിക്കാൻ വേണ്ടി അവൾ മുമ്പ് തന്നെ ഇൻഡസ്ട്രിയൽ പാർക്കിൻ്റെ മാനേജറുമായിട്ട് ഒരു ഡീലിങ്ങിലെത്തിയിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ പെട്ടെന്നത് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് എന്ന് ഒരാൾ വന്ന് അവളെ അറിയിക്കുന്നു. ആ ഷോപ്പ് അവൾ കൊമേഴ്സ്യൽ പർപ്പസിന് മാത്രമല്ല റെസിഡൻഷ്യൽ പർപ്പസിന് കൂടി വേണ്ടി ഉപയോഗിച്ചു എന്ന് ആരോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം വന്നിരിക്കുന്നതെന്ന് സാവോ വീണ്ടും ചോദിച്ചപ്പോൾ അയാൾ തുറന്ന് പറയുന്നുണ്ട്. ആരായിരിക്കും അത് റിപ്പോർട്ട് ചെയ്തതെന്ന് അവൾ സംശയിച്ചു നിൽക്കുന്ന സമയത്താണ് ഗോങ് അങ്ങോട്ടേക്ക് വന്നിട്ട് ജിങ്ഷനാണിത് ചെയ്തതെന്ന് അറിയിക്കുന്നത്. സാവോയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഷിയു ഗോങ്ങിനെ ഏൽപ്പിച്ചിരുന്നല്ലോ. അങ്ങനെയാണ് അവൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചതും ഇതിപ്പോൾ അറിഞ്ഞതും. ഇതിന് പിന്നിൽ ജിങ്ഷൻ ആയതുകൊണ്ട് തന്നെ സാവോയ്ക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അങ്ങനെ അവൾ ആകെ വിഷമിച്ച് അവിടെ ഇരിക്കുന്നു. ഈ സമയത്താണ് ഗോങ് ആ CCTV ദൃശ്യങ്ങൾ അവൾക്ക് അയച്ചു കൊടുത്തത്. ഇത് ഹെൽപ്പാകുമോ എന്നറിയില്ല, വേണമെങ്കിൽ ഇത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് നോക്കൂ, ചിലപ്പോൾ അവൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും നടന്നേക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഗോങ് അത് അവൾക്ക് അയച്ചു കൊടുത്തത്. സാവോ അപ്പോൾ തന്നെ മറ്റൊരു വീഡിയോ വന്ന ആ ഗ്രൂപ്പിലേക്ക് അത് ഷെയർ ചെയ്യുന്നു. അന്ന് ഗെയിം സെൻറ്ററിൽ ശരിക്കും നടന്നത് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവളത് പോസ്റ്റ് ചെയ്തത്. ഇതുവരെ ഹൂഷുവും അവളും ജിങ്ഷിൻ്റെ ലവേഴ്സാണ്, അവർ തമ്മിൽ വഴക്കുണ്ടായതാണ് എന്നൊക്കെയാണല്ലോ ആളുകൾക്കിടയിൽ പ്രചരിച്ചിരുന്നത്. പക്ഷേ ഈ വീഡിയോ കണ്ടതോടെ സത്യാവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നു. അങ്ങനെ ഇവർക്കെതിരായി ഉണ്ടായിരുന്ന ആരോപണങ്ങളൊക്കെ നേരെ തിരിച്ച് ജിങ്ഷിന് നേരെയാവുന്നു. പക്ഷേ ഈ സമയത്ത് സാവു അത് അറിയുന്നുണ്ടായിരുന്നില്ല. അവൾ ഫോൺ മാറ്റി വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് ഹൂഷു അങ്ങോട്ടേക്ക് വന്നത്. അവളെ കണ്ടപ്പോൾ സാവുയ്ക്ക് വീണ്ടും വിഷമം വരുന്നു. ഇത്രയും ദിവസം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും അതൊന്നും അറിയാതെ പോയതിന് ഹൂഷു അവളോട് ക്ഷമ ചോദിക്കുന്നു. അതേപോലെ തന്നെ ഇത്രയും കുഴപ്പങ്ങളുണ്ടായിട്ടും അവളോട് അതിനെപ്പറ്റി ഷെയർ ചെയ്യാൻ തയ്യാറാവാതിരുന്നതിന് സാവോയും സോറി പറയുന്നുണ്ട്.
എന്തായാലും പരസ്പരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും കുറച്ച് ആശ്വാസം തോന്നുന്നു. സാവോയുടെ വിഷമം മാറി അവർക്കിടയിൽ കുറച്ച് സന്തോഷമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് ജിങ്ഷന് മുകളിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ടാകുന്നുണ്ട്. ആ വീഡിയോ പോസ്റ്റ് ചെയ്തതോടെ അയാളുടെ നേരെ ആളുകളെല്ലാം തിരിഞ്ഞിരിക്കുകയാണ്. അത് കമ്പനിക്ക് ചീത്തപ്പേരുണ്ടാക്കിയിരിക്കുകയാണ്. അയാളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടാകുമെന്ന് തീരെ പ്രതീക്ഷിച്ചിരുന്നതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളുടെ ബോസ് അയാളെ വിളിച്ച് കുറേ വഴക്ക് പറയുന്നു. അടുത്ത ദിവസം പണിഷ്മെൻറ്റ് വാങ്ങിക്കാനായിട്ട് ഓഫീസിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ബോസ് ഫോൺ കട്ട് ചെയ്തത്. അയാൾ അതിൻ്റെ കലിപ്പിലിരിക്കുമ്പോഴാണ് സാവോയും ഹൂഷുവും കൂടി ഷോപ്പ് അടച്ചിട്ട് ഷിയുവിൻ്റെ വണ്ടിയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്ന അയാൾ കണ്ടത്. പ്രതികാരം ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ അയാൾ അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. ആദ്യമൊന്നും ഹൂഷുവും സാവോയും ഇത് അറിയുന്നില്ല. ഒരു അപ്പാർട്ട്മെൻറ്റ് ഷെയർ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നിങ്ങളിപ്പോൾ വണ്ടിയും ഷെയർ ചെയ്യാൻ തുടങ്ങിയോ? നിൻ്റെ ബോസ് ഇത്രയ്ക്കൊക്കെ സ്വാതന്ത്ര്യം നിനക്ക് തരുന്നുണ്ടോ? നിങ്ങൾ തമ്മിൽ ശരിക്കും എന്താണ് റിലേഷൻ എന്നൊക്കെ സാവോ ഹൂഷുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് അവൾ മറുപടിയും നൽകുന്നു. ഈ സമയത്താണ് ജിങ്ഷിൻ അവൻ്റെ വണ്ടി കൊണ്ടുവന്ന് ഇവരുടെ വണ്ടിയിൽ ഇടിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നത്. അങ്ങനെ അവർ ആരാണെന്ന് ചെക്ക് ചെയ്യുന്നു. അവനാണെന്ന് അറിഞ്ഞപ്പോൾ അവനോട് മാറിപ്പോകാൻ പറയുന്നുണ്ടെങ്കിലും എന്തായാലും എന്നെ മര്യാദയ്ക്ക് ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല, അതുകൊണ്ട് നിങ്ങളെ മര്യാദയ്ക്ക് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അയാൾ വീണ്ടും മനഃപൂർവ്വം ഒരു ആക്സിഡൻറ്റ് ഉണ്ടാക്കാനുള്ള രീതിയിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ വണ്ടിയിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടി ഹൂഷു വണ്ടി വെട്ടിക്കുന്നതിനിടയിൽ എതിരെ വന്ന ഒരു കാറുമായി കൂട്ടിയിരിക്കേണ്ടായിരുന്നു. ജസ്റ്റ് മിസ്സായി രണ്ട് വണ്ടിയും നിർത്തുന്നുണ്ട്. മറ്റേ വണ്ടി ഷിന്നിൻ്റെ ആയിരുന്നു. അത് ഹൂഷു ആണ് എന്ന് ഷിൻ കാണുന്നു. ജിങ്ഷിൻ ഈ സമയം വണ്ടി വിട്ടു പോകുന്നുണ്ട്. ഷിൻ ഉടനെ തന്നെ അവനെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. ഹൂഷുവും അവർക്ക് പിന്നാലെ പോകുന്നുണ്ട്. സാവോ ഈ സമയം കൊണ്ട് പോലീസിനെ വിളിച്ച് സംഭവം പറയുന്നു. ഷിൻ എന്തായാലും ജിങ്ഷിനെ ചേസ് ചെയ്ത് വഴിയിൽ പിടിച്ച് നിർത്തുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി പോലീസ് സ്റ്റേഷനിലെത്തുന്നുണ്ട്. സ്റ്റേഷനകത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്ത് സാവോയാണ്. ഈ സമയം ഷിൻ പുറത്തു നിൽപ്പുണ്ടായിരുന്ന ഹൂഷുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവരുടെ വണ്ടി തമ്മിൽ ചെറുതായിട്ട് ഒന്ന് മുട്ടിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ വണ്ടിക്ക് ചെറിയ ഡാമേജ് പറ്റുകയും ചെയ്തു. അത് പക്ഷേ അത്ര കാര്യമാക്കാനില്ല എന്ന് പറഞ്ഞ് ഷിൻ നിസ്സാരമാക്കി തള്ളിക്കളയുന്നു. ഫീൽഡ് വിസിറ്റിന് പോയി മടങ്ങി വരുന്ന വഴിക്ക് ഷിയു ഇടയ്ക്ക് വെച്ച് അവളെ ഷിന്നിൻ്റെ കാറിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ട് പോയിരുന്നല്ലോ. അവൾക്ക് ആ സംഭവം കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എന്ന് ഷിൻ അന്വേഷിക്കുന്നു. ഇത്ര നിസ്സാരമായ കാര്യത്തിന് വലിയ കുഴപ്പമുണ്ടാക്കുന്ന ആളല്ല എൻ്റെ ബോസ് എന്നാണ് ഹൂഷു അതിന് മറുപടി നൽകിയത്. അപ്പോഴേക്കും സാവോ അകത്ത് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഷിന്നിൻ്റെ വണ്ടിക്കുണ്ടായ പ്രശ്നം പരിഹരിക്കുന്നതിന് ക്യാഷ് നൽകണമെങ്കിൽ അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് സാവോ തൻ്റെ കോണ്ടാക്റ്റ് അവന് നൽകുന്നുണ്ട്. വണ്ടി ഓടിച്ചിരുന്നത് ഹൂഷു ആണല്ലോ. എന്നിട്ടും സാവോ ഇങ്ങനെ തനിക്ക് വേണ്ടി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനെ ഹൂഷു തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാവോ അത് മൈൻഡ് ചെയ്യാതെ ഈ പ്രശ്നത്തിൻ്റെ ഉത്തരവാദിത്തം സ്വന്തമായിട്ട് തന്നെ ഏറ്റെടുക്കുന്നു. അതിനുശേഷം ഷിന്നിനോട് യാത്ര പറഞ്ഞവർ പോകുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഷിന്നിൻ്റെ അസിസ്റ്റൻറ്റ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ എന്തിനാണ് ഇങ്ങനെ ടൈം വേസ്റ്റ് ആക്കിയെന്ന് തനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോഴാണ് അവൾ ഓടിക്കുന്ന വണ്ടി ആരുടേതാണെന്ന് നീ ശ്രദ്ധിച്ചോ? അത് ഷിയുവിൻ്റെ വണ്ടിയാണ്. അപ്പോൾ പിന്നെ എനിക്കത് അറിയാൻ താല്പര്യം തോന്നുന്നതിൽ അത്ഭുതപ്പെടാനില്ലല്ലോ എന്നവൻ പറയുന്നു. ഷിയുവിൻ്റെ വണ്ടി കണ്ടതുകൊണ്ടാണ് അവൻ ഇത്ര താല്പര്യത്തോടെ അവരെ സഹായിക്കാനായി വന്നത്. അവൻ്റെ വണ്ടിക്ക് ചെറിയ ഡാമേജ് പറ്റിയത് നന്നാക്കാൻ കൊടുക്കുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് അസിസ്റ്റൻറ്റ് പറഞ്ഞെങ്കിലും ഇനി ആ വണ്ടി വേണ്ട, ആ വണ്ടി തന്നെ കളഞ്ഞേക്കാൻ പറഞ്ഞിട്ടാണ് അവൻ പോയത്. ഹൂഷു തിരികെ വീട്ടിലെത്തുമ്പോൾ ഷിയു ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവളെ വെയിറ്റ് ചെയ്തതുപോലെ അവൻ ഹാളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അവൻ ഉറങ്ങാതിരിക്കുന്നത് എന്താണെന്ന് അവൾ അന്വേഷിച്ചപ്പോൾ എൻ്റെ ഈ വലത്തെ കൈക്ക് സ്വാധീനമുണ്ടായിരുന്നെങ്കിൽ ഒരു രാത്രി മുഴുവൻ ഇങ്ങനെ വെറുതെ സമയം കളഞ്ഞ് എനിക്ക് കുത്തിയിരിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു എന്ന് അവളെ കുറ്റപ്പെടുത്തുന്നത് പോലെ അവൻ പറയുന്നു. ഹൂഷു ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാൻ നിൽക്കാതെ അവനെ ഹെൽപ്പ് ചെയ്യാനായി അവൻ്റെ അടുത്ത് ചെന്നിരുന്ന് ആ ഡ്രോയിങ് വരയ്ക്കാൻ തുടങ്ങുന്നു. പക്ഷേ അവളുടെ മൂഡ് കണ്ടപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് അവന് തോന്നുന്നതിനാൽ അവളുടെ കയ്യിലിരുന്ന പേന പിടിച്ച് വാങ്ങിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അവൻ അന്വേഷിക്കുന്നു. അങ്ങനെ സംഭവിച്ചതിനെ പറ്റി ഹൂഷു പറയുന്നുണ്ട്. വണ്ടി ചെറുതായി ഇടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവൻ ആദ്യം അന്വേഷിച്ചത് അവൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നാണ്. തനിക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് എന്താണ് നടന്നതെന്ന് അവനോട് പറയുന്നു. ഷിൻ വന്നതിനെ പറ്റിയും പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അടുത്ത തവണ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആദ്യം കാർ ഓണറിനെ വേണം വിവരം അറിയിക്കാൻ, അതായത് എന്നെ വിളിച്ച് വിവരം പറയണം എന്ന് അവൻ അവളോട് പറയുന്നു. അവൾ സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും വരയ്ക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവൻ ഇനി നാളെ ചെയ്യാൻ പോയി റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞ് ടാബ് വാങ്ങി അവിടെ നിന്ന് പോകുന്നു. ഷിയു റൂമിൽ പോയിരുന്ന് കുറേ സമയം എന്തോ ആലോചിച്ച ശേഷം ആരെയോ ഫോൺ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അടുത്ത ദിവസം സാവോയുടെ കോൾ വന്നപ്പോഴാണ് ഹൂഷു ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത്. അത്യാവശ്യമായിട്ട് ഫോൺ എടുത്ത് നോക്കാൻ സാവോ അവളോട് പറയുന്നുണ്ട്. എന്തോ പ്രശ്നമുണ്ടായി എന്ന് കരുതി ഹൂഷു ആദ്യം ഒന്ന് പേടിക്കുന്നു. പിന്നീടാണ് ഇൻഡസ്ട്രിയൽ പാർക്കിൻ്റെ മാനേജർ നേരിട്ട് വന്ന് തന്നോട് സോറി പറഞ്ഞതിനെ പറ്റിയും റെൻറ്റ് കൂട്ടുന്നില്ല എന്ന് അറിയിച്ചതിനെ പറ്റിയുമൊക്കെ സാവോ പറയുന്നത്. ഗെയിം ക്ലബിൻ്റെ ഓണർ നേരിട്ട് ആരെയോ വിളിച്ച് സ്വാധീനം ചെലുത്തിയതുകൊണ്ടാണ് ഇപ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നതെന്നും സാവോ പറഞ്ഞ് ഹൂഷു അറിയുന്നു. ഷിയു ആണ് തന്നെ സഹായിച്ചതെന്ന് ഹൂഷുവിന് മനസ്സിലാവുന്നുണ്ട്. ഇത് മാത്രമല്ല, ജിങ്ഷിനെ കുറേ പേർ വളഞ്ഞു ചേർന്ന് അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോയും സാവോൾക്ക് അയച്ചു കൊടുക്കുന്നു. ജിങ്ഷിനെ അയാളുടെ ജോലിയിൽ നിന്ന് ഫയർ ചെയ്യുകയും ചെയ്തു എന്നും സാവോ പറഞ്ഞ അവൾ അറിയുന്നുണ്ട്. എന്തായാലും ഇതിനൊക്കെ ഇപ്പോൾ സഹായിച്ചത് ഷിയു ആണ് എന്ന് അവൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അന്ന് അവൻ ഉണർന്ന് വരുന്നതിന് മുമ്പ് തന്നെ അവൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവന് കൂടി റെഡിയാക്കി വെക്കുന്നു. തലേന്ന് രാത്രി ഫിനിഷ് ചെയ്യാൻ പറ്റാതെ പോയ വർക്ക് അവൾ കുറേ കൂടി ചെയ്തു വെച്ചിരുന്നു. ബാക്കി ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് കറക്റ്റ് ചെയ്യാമെന്നും അവൾ പറയുന്നുണ്ട്.
ഇങ്ങനെ സഹോയുടെ വിഷയത്തിൽ സഹായിച്ചതിന് അവൾ നന്ദി അറിയിച്ചപ്പോൾ എൻ്റെ കൈക്ക് പറ്റിയ പ്രശ്നത്തിന് നീതി കിട്ടുന്നതിനോട് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു പരിഹാരം കണ്ടതെന്ന് അവൻ പറയുന്നു. അതിനുശേഷം അവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി തുടങ്ങുന്നുണ്ട്. കഴിക്കാൻ ഇരുന്നപ്പോഴാണ് ടേബിളിനടുത്തായി കുറച്ച് ചെറിയ ഉള്ളി ഇരിക്കുന്ന അവൻ കണ്ടത്. അതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ കുക്ക് ചെയ്യുന്ന സ്ഥിതിക്ക് ഇതൊക്കെ വളരെ അത്യാവശ്യമാണല്ലോ, അതുകൊണ്ട് ഇത് നട്ട് പിടിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് അവൾ അതെടുത്ത് കാണിച്ചു കൊടുക്കുന്നു. ഈ സമയത്താണ് അവൾക്കൊരു കൊറിയർ വന്നത്. അങ്ങനെ അവൾ പോയി വാതിൽ തുറക്കുന്നുണ്ട്. കുറച്ച് പൂക്കളായിരുന്നു അത്. ആരാണത് അയച്ചതെന്ന് അവൻ ചോദിച്ചപ്പോൾ ഞാൻ തന്നെ വാങ്ങിയതാണ് എന്ന് അവൾ പറയുന്നു. അവൻ കരുതിയത് അതും ഒരു താങ്ക് യു ഗിഫ്റ്റായിട്ട് അവന് കൊടുക്കാനായിരിക്കുമെന്നാണ്. പക്ഷേ ഇത് എനിക്ക് വേണ്ടി തന്നെ വാങ്ങിയതാണെന്ന് അവൾ പറയുന്നു. അവൻ്റെ മുഖത്തെ നിരാശ കണ്ടപ്പോൾ വേണമെങ്കിൽ കുറച്ച് കൊടുക്കാമെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും വേണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. ഈ സമയത്ത് ആരോ വീണ്ടും ഡോറിൽ മുട്ടുന്നു. ഇനി ഡെലിവറി വരാനുള്ളത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അവൾ പോയി തുറക്കാൻ തുടങ്ങുമ്പോഴാണ് പുറത്ത് നിന്ന് അച്ഛൻ്റെ സൗണ്ട് കേട്ടത്. ഷിയു അവിടെ താമസിക്കുന്നതിനെ പറ്റി അച്ഛൻ അറിയില്ലല്ലോ, അതുകൊണ്ട് അവനോട് വേഗം ഒളിക്കാൻ അവൾ പറയുന്നുണ്ട്. അവൻ അവൻ്റേതായ സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നത് പെറുക്കി എടുത്തുകൊണ്ട് വേഗം ഒളിക്കാനുള്ള സ്ഥലം തിരയുന്നു. അവൾ അവൻ്റെ ചെരുപ്പൊക്കെ വാതിക്കൽ നിന്നെടുത്ത് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. വേറെങ്ങും ഒളിക്കാൻ സമയം കിട്ടാത്തത് കൊണ്ട് തന്നെ അവൻ ബാത്റൂമിലാണ് കയറി ഒളിച്ച് നിന്നത്. അത്രയും സമയം അവളെ വിളിച്ചിട്ടും വാതിൽ തുറക്കാത്തതുകൊണ്ട് അവൾ അവിടെ ഇല്ലായിരിക്കുമെന്ന് കരുതി അച്ഛൻ കൈവശമുണ്ടായിരുന്ന താക്കോലെടുത്ത് ഇതിനകം വാതിൽ തുറന്നു കഴിഞ്ഞിരുന്നു. വാതിൽക്ക് തന്നെ അവൾ നിൽക്കുന്ന കണ്ട് നീ ഇവിടെ ഉണ്ടായിട്ടാണോ ഞാൻ ഇത്രയും വിളിച്ചിട്ട് വാതിൽ തുറക്കാതിരുന്നതെന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മുറിയിൽ പാട്ടും വെച്ച് ഡാൻസ് കളിക്കുകയായിരുന്നു, അതുകൊണ്ട് അറിഞ്ഞില്ല എന്ന് അവൾ കള്ളം പറയുന്നുണ്ട്. അച്ഛൻ അവൾക്ക് കുറച്ച് ഫുഡുമായിട്ട് വന്നതായിരുന്നു. അവിടെ പുതിയൊരു ടേബിൾ കിടക്കുന്നുണ്ട്. അത് എപ്പോൾ വാങ്ങിയെന്ന് അദ്ദേഹം അന്വേഷിക്കുന്നു. ഇപ്പോഴത്തെ ജോലിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് വാങ്ങിയതാണെന്ന് അവൾ പറയുന്നുണ്ട്. അച്ഛന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കുന്നതിനായി മുകളിലത്തെ ഷെൽഫിൽ നിന്ന് ഗ്ലാസ് എടുക്കുന്ന കൂട്ടത്തിൽ അവിടെ ഇരിപ്പുണ്ടായിരുന്ന ആ ഡ്രിങ്ക്സ് അച്ഛൻ കാണുന്നു. അവളുടെ മുമ്പത്തെ ബോസിന് നൽകാൻ വേണ്ടി അച്ഛനും അമ്മയും കൂടി കെട്ടിപ്പൊതിഞ്ഞ് ഇവിടെ അവരെ കൊണ്ടുവന്ന സാധനമല്ലേ ഇത്. എന്നിട്ട് ഇപ്പോഴും അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. നീ ഇതുവരെ ഇത് അദ്ദേഹത്തിന് കൊടുത്തില്ലേ എന്ന് അച്ഛൻ അന്വേഷിക്കുന്നു. ബോസിന് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഇതൊന്നും കഴിക്കുന്നതൊട്ട് ഹെൽത്തി അല്ല, അതുകൊണ്ടാണ് കൊടുക്കാതിരുന്നതെന്നൊക്കെ അവൾ കള്ളം പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ട്. ഷിയു ഇതൊക്കെ ബാത്റൂമിൽ നിന്ന് കേട്ട് ചിരി അടക്കാൻ പാടുപെടുന്നു. മേശപ്പുറത്ത് ഇരിപ്പുണ്ടായിരുന്ന ഫുഡിനെ പറ്റിയും അച്ഛൻ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ അതിനും എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞ് ഒപ്പിക്കുന്നു. ഞാനിങ്ങനെ ഇവിടെ ഇരുന്ന് സമയം ചിലവൊക്കെ കഴിഞ്ഞാൽ എൻ്റെ ജോലി സമയത്ത് ചെയ്ത് തീർക്കാൻ പറ്റില്ല, എനിക്ക് ഒരുപാട് ജോലി ചെയ്ത് തീർക്കാനുണ്ട്, അതുകൊണ്ട് അച്ഛൻ എത്രയും പെട്ടെന്ന് തിരികെ പോയിക്കോളാൻ പറഞ്ഞ് അവൾ വേഗം അച്ഛനെ തിരികെ പോകാൻ നിർബന്ധിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പോകാനായി ഡോറിനടുത്തെത്തിയ സമയത്താണ് ഷിയു ബാത്റൂമിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് എത്തി നോക്കിയിട്ട് പെട്ടെന്ന് പുറകിലേക്ക് നീങ്ങിയത്. ആ കൂട്ടത്തിൽ അബദ്ധത്തിൽ ഷവർ തുറക്കുന്നുണ്ട്. വെള്ളം വീഴുന്ന സൗണ്ട് കേട്ട് അവിടെ ആരാണെന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ അത് തൊട്ടപ്പുറത്തെ റൂമിലാണ്, സൗണ്ട് പ്രൂഫ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഉള്ളതുപോലെ തോന്നുകയാണ് എന്നൊക്കെ പറഞ്ഞൊപ്പിച്ച് അവൾ അച്ഛനെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. താഴെ വരെ കൊണ്ടുവിടാൻ നിൽക്കാതെ മുറിയുടെ പുറത്ത് വരെ ആക്കിയിട്ട് അവൾ വേഗം തിരികെ ചെന്ന് ശിവനോട് സോറി പറയുന്ന രീതിയിൽ തല ഉഞ്ചി നിൽക്കുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയാൽ അവൻ ഇത് കണ്ടപ്പോൾ ചിരി വരുന്നുണ്ട്. അവനവിടെ താമസിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും വന്ന് ഇങ്ങനെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല എന്ന് അവൾ നേരത്തെ ഉറപ്പ് കൊടുത്തിരുന്ന ആളാണ്. എന്നിട്ടും ഇങ്ങനെ സംഭവിച്ചതിനാണ് അവൾ സോറി പറയുന്നത്. 3 തവണ വരെ അവൾ അന്ന് തന്നെ എക്സ്ക്യൂസ് ചോദിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് അവൻ പറയുന്നു. അല്ലെങ്കിലും അവനിതൊരു ഇഷ്യൂ ആയി തോന്നിയിരുന്നില്ല. ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഓടി വരുന്നതിനിടയിൽ അവൾ ഡോർ അടയ്ക്കാൻ മറന്നുപോയിരുന്നു. അതുകൊണ്ട് തന്നെ എന്തോ പറയാനായി തിരിച്ചു വന്ന അച്ഛൻ അകത്തേക്ക് കയറി വന്ന് ഇവരെ രണ്ടുപേരെയും കൂടി കാണുന്നു. അങ്ങനെ ഹൂഷുവിൻ്റെ കള്ളത്തരം പൊളിയുന്നുണ്ട്.